കഴിയുമ്പോഴത്തേനും ബെഡ്ഷീറ്റ് അതേപോലെ വലിയ തുണികളൊക്കെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ എടുത്ത് വിരിച്ചിടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം ഇതേപോലെ ഒരു 3-4 കവറ് നമ്മൾ കഴുകുമ്പം തന്നെ ചുരുട്ടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കറങ്ങി താഴോട്ട് ഇറങ്ങിക്കോളും. അതേപോലെ തന്നെ നമുക്ക് വിരിച്ചിടാൻ നേരം അത് കട്ട പിടിക്കാതെ തന്നെ തുണി ഓരോന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് വിരിച്ചിടാൻ പറ്റും. അപ്പം ഈ രീതിയിലൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഇതേപോലെ ജാമിൻ്റെയൊക്കെ കുപ്പി അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തുറക്കാനൊക്കെ പാടായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു ബൗളിനകത്തോട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുപ്പി അതിനകത്തോട്ട് കമഴ്ത്തി വയ്ക്കാം. അപ്പം മൂടി അതിനകത്തോട്ട് മുങ്ങുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് വെച്ച് കൊടുക്കുമ്പം തന്നെ ആ മൂടി ലൂസായി നമുക്ക് കിട്ടും. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് തുണി വെച്ചോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് പിടിച്ചിട്ട് ഒന്ന് തുറന്നാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ടവൽ വെച്ചാണ് തുറക്കുന്നത് കണ്ടോ. അപ്പം ചില സമയത്ത് നമ്മൾ അടയ്ക്കുമ്പോഴത്തേനും പിരി നല്ല രീതിയിൽ മുറുകിയിട്ട് തുറക്കാൻ പാടായിരിക്കും. അപ്പോൾ അതിനാലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം പഞ്ചസാര കുപ്പി ഇതേപോലെ നമ്മൾ മിക്കപ്പോഴും പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കണക്കിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഈർപ്പമൊക്കെ അത് പിടിച്ചെടുത്തോളും. അതേപോലെ തന്നെ നമ്മൾ അതിനകത്തോട്ട് സ്പൂൺ ഇടുമ്പോൾ ഈ രീതിയിൽ കുത്തി ഇറക്കുന്നത് പാടായിരിക്കും അല്ല, അപ്പോൾ സ്പൂണ് ഒടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട. അതിന് പകരം നമുക്ക് തിരിച്ച് കുത്തിയാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് തന്നെ അതിനകത്തോട്ട് കുത്തി വയ്ക്കാൻ പറ്റും. അപ്പോൾ എത്ര നിറയെ പഞ്ചസാര ഇരുന്നാലും നമുക്ക് സ്പൂൺ ഈ രീതിയിൽ കുത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും വയ്ക്കാനും എളുപ്പമായിരിക്കും കണ്ടോ. അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് വെക്കുന്ന കുപ്പിയിൽ ഉറുമ്പ് കയറാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വല്പം വിനാഗിരി ടിഷ്യൂ പേപ്പറിനകത്തോട്ടാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം ഈ വിനാഗിരിയുടെ മണം അടിച്ചിട്ട് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതേപോലെ മധുരമുള്ള നമ്മൾ പഞ്ചസാരയോ അതല്ല മധുരമുള്ള ഏത് സാധനം നമ്മൾ ഇട്ട് വെച്ചാലും കുപ്പിയിൽ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഉറുമ്പിൻ്റെ ശല്യം ഒഴിവായി കിട്ടും.